നമസ്കാരം. ഈ ജൂലൈയിലാണെന്ന് തോന്നുന്നു നാട്ടിൽ വന്ന വന്നപ്പോൾ എൻ്റെ ഫ്രണ്ടായ സുധീഷ് ചേട്ടൻ്റെ വീട്ടിൽ വിസിറ്റ് ചെയ്യാനായിട്ടായി. ആ സമയത്താണ് ഞാൻ അവിടെ ഇരിക്കുമ്പോൾ തന്നെയാണ് ചേട്ടന് ദേവരാജൻ ചേട്ടൻ്റെ ഒരു കോള് വരികയും അവർ ഇൻ്റർവ്യൂ കൊടുക്കുന്നതിനെ പറ്റി ഡിസ്കസ് ചെയ്യുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു, എന്തുകൊണ്ട് എനിക്ക് ഒരു ഇൻ്റർവ്യൂ കൊടുത്തുകൂടാ, എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. അപ്പം തന്നെ ഞാൻ ദേവരാജൻ ചേട്ടൻ്റെ അടുത്ത് സംസാരിക്കുകയും ഞാൻ ആലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. പക്ഷെ എൻ്റെ മനസ്സിൽ ഒരിക്കലും ഞാൻ ഇൻ്റർവ്യൂ കൊടുക്കുന്നതായിട്ട് ചിന്തിക്കാൻ പോലും പറ്റില്ല. ഞാൻ യൂട്യൂബിൽ ഒരു ചാനലും കുറേ വർഷങ്ങളായി, സോഷ്യൽ മീഡിയയോ യൂട്യൂബ് ചാനൽസോ മലയാളം ഇങ്ങനത്തെ ചാനൽസൊന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ എന്താ നടക്കുന്നതെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ കുറച്ച് നാളായിട്ട് എൻ്റെ ഗൈഡ്സ് എൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഞാൻ ഷെയർ ചെയ്യണം, എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണം എന്ന് പല പല തരത്തിൽ യൂണിവേഴ്സ് എൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ അവരോടൊക്കെ എപ്പോഴും ചോദിക്കും, ഞാൻ ഫുൾ സ്റ്റേറ്റിൽ എത്തിയിട്ടില്ല, പിന്നെ ഞാൻ എങ്ങനെയാണ് ഷെയർ ചെയ്യുന്നതെന്ന് ഞാൻ ചോദിക്കാറുണ്ട്. അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞ്, ഞാൻ ആ ഇൻ്റർവ്യൂവിൽ പറഞ്ഞ പോലെ ഒരു ലോവർ ഗ്രേഡ് പഠിപ്പിക്കാനായിട്ട് PhD എടുക്കേണ്ട കാര്യമുണ്ടോ എന്നാണ് എൻ്റെ അടുത്ത് ചോദിച്ചത്. അപ്പോൾ ഞാൻ പിന്നെ കുറേ യൂട്യൂബ് ചാനൽ നോക്കി, മലയാളം യൂട്യൂബ് ചാനൽസ്. പിന്നെ ഞാൻ ഡിസൈഡ് ചെയ്തു, ഓക്കെ, ഇൻ്റർവ്യൂ കൊടുക്കാം എന്ന് ഞാൻ ഡിസൈഡ് ചെയ്തു. അപ്പം ഞാൻ ദേവരാജൻ ചേട്ടൻ സ്പിരിച്വൽ ഗൈഡൻസ് സൊസൈറ്റി എന്ന് പറഞ്ഞ ചാനലിലാണ് ഞാൻ ഇൻ്റർവ്യൂ കൊടുത്തത്. അപ്പോൾ ആ ഇൻ്റർവ്യൂ കൊടുത്തതിന് ശേഷം കുറേ പേര് എനിക്ക് ചാറ്റ് ചെയ്യുകയും സംസാരിക്കുകയൊക്കെ ചെയ്തു. 1-2 ദിവസം ഫുൾ ഞാൻ ചാറ്റിങ്ങും സംസാരമായിരുന്നു. പക്ഷെ ഒരു കാര്യം എനിക്ക് മനസ്സിലായത്, എന്നെ വിളിച്ച് സംസാരിച്ചവർ ഒരു 90% ആൾക്കാരും ഒരു ഓൾഡ് സോൾസ് എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ സോൾസാണ്. ഈ റൈപ്പായിട്ട് നിൽക്കുന്ന, ചുമ്മാ ഒന്ന് കുലുക്കിയാൽ താഴെ വീഴും ആ മാങ്ങ. അത്രയും റൈപ്പായിട്ട് അവേക്കണിങ്ങിൻ്റെ അടുത്ത് നിൽക്കുന്നവരാണ് എന്നെ കുറേ വിളിച്ചിരിക്കുന്നത്. അവരുടെ എനർജിയിൽ നിന്നും അവരുടെ സംസാരത്തിൽ നിന്നും എനിക്ക് മനസ്സിലായി. കുറേ പേര് അതല്ലാതെയും വിളിച്ചു, കുറേ പേര് മോശമായിട്ടും ചാറ്റിങ്ങും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ഇഗ്നോർ ചെയ്യുന്നു. അപ്പോൾ ഞാൻ സർപ്രൈസ്ഡ് ആയിരുന്നു. ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാളും ഒരു ഡിഫറെൻറ്റ് എനർജിയാണ് എനിക്ക് കിട്ടിയത്, കോൾസിൽ നിന്നും ചാറ്റ്സിൽ നിന്നൊക്കെ. അപ്പോൾ എനിക്ക് വളരെ അധികം സന്തോഷം തോന്നി ഞാൻ ഇൻ്റർവ്യൂ കൊടുത്തതിൽ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സുധീഷ് ചേട്ടനും ഡിവൈൻ ഹീൽ മലയാളം ടാരോട്ടിലെ ചേച്ചിയും, ഇവർ രണ്ടുപേരും നമ്മളൊരു ജസ്റ്റ് സംസാരിക്കുമ്പോഴാണ് അവരെൻ്റെ അടുത്ത് പറഞ്ഞത്, എന്തുകൊണ്ട് ഒരു യൂട്യൂബ് ചാനൽ എനിക്ക് തുടങ്ങിക്കൂടാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞത്, എനിക്ക് സംസാരിക്കാനുള്ള വളരെ ഡിഫറെൻറ്റ് ടോപ്പിക്സും ഡിഫറെൻറ്റ് കാര്യങ്ങളുമാണ്, ലൈറ്റ് ലാംഗ്വേജും കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ ആൾക്കാർ കാണുമോ, ആൾക്കാർ എങ്ങനെ പ്രതികരിക്കും, പിന്നെ യൂട്യൂബ് ചെയ്യാനുള്ള സമയം, ഇതിൻ്റെ വീഡിയോസ് എഡിറ്റ് ചെയ്യുക, അതിൻ്റെയൊക്കെ സമയം എനിക്ക് ഉണ്ടാവുമോ എന്നൊക്കെ ഒരു സംശയം ഉണ്ടായിരുന്നു. അപ്പം ചേച്ചിയും ചേട്ടനുമാണ് എനിക്ക് ശരിക്കും ഈ ചാനൽ തുടങ്ങാനുള്ള മോട്ടിവേഷൻ തന്നത്. അപ്പോൾ അവരോട് ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക്സ് പറയുന്നു. പിന്നെ ചാനൽ തുടങ്ങിക്കഴിഞ്ഞ് നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഭയങ്കരമായിരുന്നു. ഇഷ്ടംപോലെ പേര്, ഞാൻ പ്രതീക്ഷിക്കുന്നേക്കാളും കൂടുതൽ പേര് ലൈറ്റ് ലാംഗ്വേജ് അല്ലെങ്കിൽ ഞാൻ പറയുന്നതിൽ ഫ്രീക്വൻസി റെസണേറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതിൽ ഭയങ്കരധികം സന്തോഷമുണ്ട്. ഇപ്പം നമ്മൾ 1000-ൽ കൂടുതൽ മെമ്പേഴ്സായി ഈ ഫാമിലിയിൽ. ഓരോ സബ്സ്ക്രൈബറും
വെറുതെ ഒരു നമ്പർ അല്ല എന്നും അതിൻ്റെ പുറകെ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു സോൾ എൻ്റെ കണ്ടന്റ് കാണാൻ അല്ലെങ്കിൽ ഞാൻ സംസാരിക്കുന്നത് കേൾക്കാൻ ഇഷ്ടപ്പെട്ട് ക്ലിക്ക് ചെയ്തതാണ് അതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അത് ജസ്റ്റ് നമ്പർ അല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്. സബ്സ്ക്രൈബേഴ്സ് മാത്രമല്ല, കണ്ട വ്യൂവേഴ്സിനും താങ്ക് യു. ഇനി അങ്ങോട്ട് ചാനലിൻ്റെ ഒരു ഡയറക്ഷൻ, എനിക്കിതൊരു ഫാമിലി പോലെ ആക്കണമെന്നാണ്. ഒരു കമ്മ്യൂണിറ്റി, ഒരു ചെറിയ ഫാമിലി, സോ ദാറ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സംസാരിക്കുക. ഒരു സപ്പോർട്ടീവ് സിസ്റ്റം പോലെ. കാരണം ഈ ചാനൽ കാണുന്ന പലരും ഹൈ ഫ്രീക്വൻസി ഉള്ള സോൾസ് ആണ്. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന ഈ യൂട്യൂബിൽ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ വ്യൂവേഴ്സിനും പോസ്റ്റ് ചെയ്യാം. ഞാൻ ചിലപ്പോൾ അത് കമ്മ്യൂണിറ്റീസ് സ്റ്റാർട്ട് ചെയ്യും. പക്ഷേ ഐ ബി വെരി മച്ച് വാച്ച്ഫുൾ. ഞാൻ അതിൽ ഒരു തരത്തിലുള്ള നെഗറ്റിവിറ്റിയോ ഈഗോയോ ബാക്കിയുള്ളവരെ ഡിസ്റെസ്പെക്ട്ഫുള്ളി സംസാരിക്കുകയോ ഒന്നും ചെയ്താൽ ഞാൻ അപ്പോൾ തന്നെ അത് വിത്തൗട്ട് എനി നോട്ടീസ് ഞാൻ അത് ക്ലോസ് ചെയ്യും. നോക്കാം, നമുക്ക് ആ കമ്മ്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്താൽ ചിലപ്പോൾ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ കുറേ പേര് എൻ്റെ അടുത്ത് ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ടോ എന്ന് ചോദിക്കേണ്ടായി. പലർക്കും അറിയാം ഞാൻ വിദേശത്താണ്. ക്ലാസ് എടുക്കാൻ അതിനുവേണ്ടി നല്ല ഡെഡിക്കേറ്റഡ് ടൈം വേണം. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എൻ്റെ ഇപ്പോഴത്തെ ജോലിയും ഇതും കൂടി ക്ലാസ്സസും കൂടി നടക്കാൻ പ്രയാസമാണ്. ഞാൻ ജോലി കുറയ്ക്കാമെന്ന് വിചാരിച്ചാൽ ഇവിടെ ഇഷ്ടംപോലെ ബിൽസാണ്. വിദേശത്ത് നിൽക്കുന്നവർക്കറിയാം, നമ്മൾ ഒരു മാസത്തെ ജോലി പോയില്ലെങ്കിൽ ഇവിടുത്തെ ബില്ല് ലക്ഷങ്ങൾ വരും. അപ്പോൾ അത്രയും എനിക്ക് സ്പിരിച്വൽ ടീച്ചിങ്സിൽ നിന്ന് എനിക്ക് അത്രയും ഫീസ് മേടിക്കണം എന്ന് ആഗ്രഹമില്ല. പക്ഷെ ഞാൻ പഠിച്ചത് പലതും വളരെ ഫീസ് കൊടുത്തിട്ടാണ് പഠിച്ചത്. ഞാൻ ശിവോങ് ടീച്ചേഴ്സ് ട്രെയിനിങ് ചെയ്തത് ഏകദേശം നല്ല 7-8 lakhs ആയി ഇന്ത്യൻ റുപ്പീസ്. പക്ഷെ എനിക്ക് അത്രയും കോഴ്സസിലൊന്നും മേടിക്കാൻ താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ കോഴ്സസ് ഒന്നും പോവാത്തത്. എനിക്ക് ഇവിടുത്തെ ജോലി വിട്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ പതുക്കെ ആൾക്കാർ കൂടുതൽ ആൾക്കാർ വരുമ്പോൾ എനിക്ക് ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു അപ്രോച്ച് എടുക്കാം. അത് വരട്ടെ, അപ്പോൾ നമുക്ക് നോക്കാം. ഈ വീഡിയോയുടെ അടിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ സജഷൻസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കുക. ഈ ചാനൽ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്പീരിയൻസ്, നിങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങൾ കമൻ്റായിട്ട് ഈ വീഡിയോയുടെ അടിയിലിട്ടാൽ വളരെ ഉപകാരമായിരുന്നു. അത് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർക്ക് അത് കാണുമ്പോൾ അവർക്കൊരു കോൺഫിഡൻസ് ആണ് ഈ ലൈറ്റ് ലാംഗ്വേജ് കേട്ടിരിക്കാനും. അങ്ങനെ ബാക്കി ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും സത്യം ഉണ്ടാവുമോ എന്ന് അവർക്ക് കുറച്ചെങ്കിലും ഒരു തോന്നൽ വരും. താങ്ക് യു അഗെയിൻ ഫോർ യുവർ സപ്പോർട്ട്. ലെറ്റ്സ് മൂവ് ഫോർവേഡ് ആസ് എ ഫാമിലി. താങ്ക് യു.